അല്ല അത് ഇനിയെങ്കിലും, കാരണം അവസാനത്തെ ഒരു 10 ദിവസം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്നില്ല അല്ലേ, 9-ാം തീയതി വരെ ഉള്ളൂ. പക്ഷെ ആ 9-10 ദിവസം കൊണ്ട് നമ്മൾ ഒരു അവരുടെ ഹൃദയത്തിൽ എന്താണ് നമുക്ക് കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ട് ഒരു 5 ടേമിലൂടെ നഷ്ടപ്പെട്ടത്, അത് ബോധ്യപ്പെടുത്തണം. ഞങ്ങൾ ഇന്നലെ ഒരു വികസന രേഖ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയുന്നതിൽ ചിലപ്പോൾ വക്രം ഉദ്ദേശിക്കുന്നവർക്കത് ബുദ്ധിമുട്ടാവും, നടക്കില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നും. എനിക്കത് വലിയ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു അനിവാര്യത എന്ന നിലയ്ക്ക് അത് തീവ്രമായി വളർന്നിരിക്കുന്നു. അത് സാധ്യമാക്കി കൊടുത്താൽ കേരളം പിടിക്കാൻ സാധിക്കും. ജനങ്ങൾക്കതേ വേണ്ടു, മറ്റ് ചർച്ചകളൊന്നും അവർക്ക് ആവശ്യമില്ല. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രധാനമായും സ്വർണ്ണക്കേസ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ഗർഭക്കേസ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് പാടില്ല എന്നാണ്? അല്ലല്ല, പാടില്ല എന്നല്ല, ഞാനതിനില്ല. എനിക്ക് ഈ ഫോക്കസ് വിടാൻ വയ്യ. എന്നെ എന്തെല്ലാം പറയുന്നുണ്ട്, അതൊന്നും പ്രധാനമന്ത്രി പറയുന്നത് ഒരു കാത് കൂടെ കയറി ഈ കാതിൽ കൂടെ വിട്ടേക്കണം എന്ന് പറയുന്ന തത്വം തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കാതിൽ കൂടെ കടത്തുകയേ ചെയ്യരുത്. ഫോക്കസ് ഓൺ യുവർ ജോബ്, ഫോക്കസ് ഓൺ യുവർ വർക്ക്. ഇവിടെ വെച്ച് തന്നെ അത് തെറിപ്പിച്ച് കളഞ്ഞേക്കുക. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ BJP സ്വർണ്ണക്കേസൊക്കെ സജീവമാക്കുന്നുണ്ട്. അല്ല, അത് ചെയ്തോട്ടെ, ഞാനതിനില്ല എന്നാണ് പറഞ്ഞത്. ഓൺലി ഡെവലപ്മെൻറ്റ്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു ചെമ്പ് കേസ് ഉണ്ടായിരുന്നല്ലോ അല്ലേ, എന്തായി? ഞാൻ വല്ലതും അതിനെക്കുറിച്ച് പറഞ്ഞോ? 2024 ഇലക്ഷൻ അഭിമുഖീകരിച്ചപ്പോൾ വല്ലതും പറഞ്ഞോ? ഞാൻ പറയാൻ എന്ത് ബാധ്യത എനിക്ക്? സൗകര്യമില്ല പറയാൻ. എൻ്റെ കുടുംബത്തിൻ്റെ നേർച്ചയാണത്. ആർക്കാ പിരിവെടുത്തോ? ഞാൻ വിജയിച്ചില്ലേ? അല്ല, അതുകൊണ്ടാണോ വിജയിച്ചത്? ഞാൻ പറഞ്ഞത് അതൊക്കെ ആ വിവാദങ്ങളുണ്ടായിട്ട് വിജയിച്ചുല്ലോ. അതുപോലെ വിജയിക്കട്ടെ. ഈ നിങ്ങൾ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ ഇവരെല്ലാം ജയിച്ചു വരട്ടെ. വികസനം മാത്രമേ ഫോക്കസ് ആവാൻ പാടുള്ളൂ. അത്രയേ ഉള്ളൂ. അവർ ജയിച്ചു വന്ന് അവരുടെ ഒരു 4.5 വർഷം തികയുന്ന മുഹൂർത്തത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങൾ ചോദിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് വ്യക്തമായി അനുഭവത്തിൽ അത് ദർശിക്കാനും അനുഭവയോഗ്യമാക്കാനും സാധിക്കും. തൃശ്ശൂർ കൂടാതെ വേറെ ഏതെങ്കിലും കോർപ്പറേഷൻ ലഭിക്കും? അല്ല, ഞാൻ കണ്ണൂർ പോകുന്നുണ്ട്, തലശ്ശേരി പോകുന്നുണ്ട്, തിരുവനന്തപുരത്ത് ഞാൻ ഇതുവരെ വർക്ക് ചെയ്തില്ല, അങ്ങോട്ട് പോകുന്നുണ്ട്, ആലപ്പുഴ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പാലക്കാട് പോകണം. എത്ര സ്ഥലത്ത് എനിക്ക് 14 ദിവസം ഈ കിടപ്പിലങ്ങ് നഷ്ടപ്പെട്ടു. അതാണ്.